ആലുവ ബസ് സ്റ്റാൻഡിൽ ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുകയാണ്. ഹാഷ്മി, പത്മജ പറയുന്നതൊക്കെ കേട്ടല്ലോ. പിൽഗ്രിമേജ് ടൂറിസം ഉൾപ്പെടെ കുറച്ചധികം കാര്യങ്ങൾ തൃശ്ശൂരിൽ കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത്. ഓവർ ടു യു ഹാഷ്മി താജ് ഇബ്രാഹിം. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. താങ്ക് യു. അപ്പോൾ നമ്മൾ ആലുവയുടെ മുക്കിലും മൂലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ആലുവയുടെ വികസന സ്വപ്നങ്ങൾ, എന്താണ് അവരുടെ പ്രതീക്ഷ, അവർ ആർക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ നേർക്കുനേരം ചോദിക്കുകയായിരുന്നു ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ. എസ്കേൻ, അപ്പോൾ ഈ പറയുന്ന എന്താണ് സ്ഥാനാർത്ഥികളൊക്കെ പൂർണ്ണമായി രാഷ്ട്രീയ നേതാക്കളൊക്കെ അങ്ങേറ്റത്തെ വാക്പോരിലാണ്. താഴെത്തട്ടിൽ പ്രചരണം കൊടുമ്പിരി കൊണ്ട് അങ്ങനെ കൊള്ളുന്നു. എന്താ എസ്കേൻ, നമ്മൾ നിൽക്കുന്ന ആലുവ ബസ് സ്റ്റാൻഡിൽ. ചേട്ടോ, ഗ്യാസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല കിട്ടില്ല. യുദ്ധം കടുക്കുമെന്നോ ഗ്യാസ് ഇനി വൈകുന്നോ? പണിയാവും. ഗ്യാസ് കിട്ടിയില്ല, പണിയാവും. ഇടയ്ക്ക് വന്നപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ ചായക്കടലോട് കയറുക. ചേട്ടാ, ഇലക്ഷൻ ഒക്കെയാ, എന്താ പറയുന്നത്? എന്താ ആര് ജയിക്കും? ഇടതുപക്ഷം. ഉറപ്പ്? ഒരിക്കലുമില്ല. അൻവർ സാദത്ത് ആലുവയിലും ജയിച്ചിരിക്കും. ഇടതുപക്ഷം ജയിക്കും. 100% അൻവർ സാദത്ത് ജയിച്ചിരിക്കും. രണ്ടുപേരുണ്ടെങ്കിൽ രണ്ട് നിലപാടാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെ ഒരാൾ ഒരു ഘട്ടം പറഞ്ഞ LDF ആയിക്കെന്നാണ്, ഒരു ഘട്ടം പറഞ്ഞ UDF ആയിക്കെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ എസ്കേൻ, ഇവിടെ ആലുവയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഇവിടെ അൻവർ സാദത്ത് തുടർച്ചയായ 3 തവണ ജയിച്ച് തുടർച്ചയായ 4ാം ടൈമിന് വേണ്ടി മത്സരിക്കുന്നു. അത് അട്ടിമറിക്കാൻ AM ആരിഫിനെ ഇറക്കും. ചേട്ടാ, നമസ്കാരം. ഇലക്ഷനൊക്കെ എന്താ പറയുന്നത്? ഇലക്ഷനൊക്കെ കുഴപ്പമില്ല, നടന്നുകൊണ്ടിരിക്കണം. പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? ഇവരുടെ ആലുവയിൽ കുഴപ്പമില്ല. ആർക്കാ മുൻതൂക്കം? മിക്കവാറും അൻവർ സാദത്തിനാണ് കിട്ടുമെന്നുള്ള ഉറപ്പ്. ആലുവ നിയോജകമുണ്ട്. ചേട്ടൊന്നുണ്ട്? ചേട്ടൻ നല്ല സുഖം. ഗ്യാസൊക്കെ ഉണ്ടോ? ഗ്യാസൊക്കെ ഉണ്ട്. ഗ്യാസ് ഇഷ്ടംപോലെ കിട്ടുന്നു? ഇഷ്ടം പോലെ ഒന്നുമില്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ഒരെണ്ണം കിട്ടുന്നുണ്ട്. യുദ്ധം പെട്ടെന്ന് തീരട്ടല്ലേ? തീർച്ചയായും നല്ലല്ലോ, നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. ഇലക്ഷൻ എന്തായി? ഇലക്ഷൻ നല്ല ചൂടോടുകൂടി വർക്ക് നടന്നുകൊണ്ടിരിക്കണം. എല്ലാരും കട്ടക്കേട്ടൊക്കെ ചട്ടക്കേട്ടൊക്കെന്ന് പറയാൻ പാടില്ല. മാറ്റം പ്രതീക്ഷിക്കണോ? ഇവിടെ അൻവർ സാദത്ത് തന്നെ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി. അവിടെ ഓട്ടക്കാരൻ ചേട്ടൻ പറഞ്ഞു LDF അത് അവരുടെ തോന്നലല്ലേ. ഞാൻ ഇവിടുത്തെ വോട്ടറും കൂടെയാണ്. അപ്പൊ എസ്കേൻ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ എന്നാ ഉണ്ട്? ഓട്ടോ ഒക്കെ ഉണ്ടോ? പിന്നെ വണ്ടിയിൽ ഡ്യൂട്ടിയില്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. ബസ്സിലെ കണ്ടക്ടർ. എന്നാ ഉണ്ട്? വീട് എവിടാ? വീട് പെരുമ്പാവൂര്. ഓട്ടോ എവിടാ? വോട്ട് പെരുമ്പാവൂര്. പെരുമ്പാവൂരും മുടക്കട. അപ്പൊ വോട്ട് ചെയ്യണം. പിന്നെ അവിടെ പെരുമ്പാവൂർ എൽദോസ് മാറിയത് അറിയാം. എങ്ങനെ ബാധിക്കും? അത് പറയാൻ പറ്റില്ല. എനിക്ക് അതിനെ കുറിച്ച് ഇതൊന്നുമില്ല. ആർക്കാ വോട്ട് ചെയ്യുന്നത്? അത് പറയാൻ പറ്റില്ല. അത് പിന്നെ പറയോ? ഞാൻ LDFന് വോട്ട് ചെയ്യുള്ളൂ. കാരണം LDF ഇപ്പൊ കാണിച്ച ഈ 10 വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള വികസനങ്ങൾ അത് ഒരിടത്തും ചർച്ചയാകുന്നില്ല യഥാർത്ഥത്തില്. ഉണ്ട്. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് നമ്മുടെ പഴയ കേരളമൊന്നുമല്ല. കേരളം ഇപ്പൊ അത്രയ്ക്ക് വികസനം, അതുപോലെ എന്ത് കാര്യത്തിലും ഏത് വിഷയത്തിൽ എടുത്തു നോക്കിയാലും കേരളം വളരെ പുരോഗമിച്ചിരിക്കുന്നു. ആലുവ വോട്ടറാണ് ഞാൻ. ആലുവയില് ഈ പ്രാവശ്യം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തിന് വന്നിരിക്കുന്നത്. ആലുവ സ്ഥിരം അൻവർ സാദത്തിന്റെ മണ്ഡലമാണ്. എന്നാലും ഈ പ്രാവശ്യം നല്ല സ്ഥാനാർത്ഥിയാണ്. ടൈറ്റ് മത്സരമായിരിക്കും. അഗസ്റ്റിൻ. നമസ്കാരം. ഇലക്ഷൻ അവസ്ഥ എന്താ? ഇലക്ഷൻ ഞാൻ പെരുമ്പാവൂരല്ലേ, കുന്നത്തോട് മണ്ഡലല്ലേ. അവിടെ 2020 ഇപ്പൊ അടൂരിന്നുള്ള ബാബു വന്നിട്ടുണ്ട്. പിന്നെ സജീന്ദ്രനും ശ്രീനിജനും ഉള്ള ആയിക്കോട്ടെ. ചേട്ടാ, ബസ് ഓടിയുണ്ട്. ഓക്കെ. അപ്പൊ ചേട്ടാ, അപ്പൊ എസ്കേൻ ഇവിടെ ബസ്സുകാരൊക്കെ ബസ് സ്റ്റാൻഡാണ്. അപ്പൊ ഇത് പല മണ്ഡലങ്ങളിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു. ചേട്ടാ, നമസ്കാരമുണ്ട്. ഏതാ മണ്ഡലം? ലോട്ടറി ഇതില്ല. ഏത് മണ്ഡലം? കോതമംഗലം. ഓക്കെ. അപ്പൊ ഇവിടെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ആൾക്കാർ ബസ്സിൽ കയറാൻ വേണ്ടി. നമസ്കാരമുണ്ട്. എവിടെ? അല്ല, കൊല്ലമാണ്. അതെ. ഇവിടെ എന്തോ നിങ്ങള് മാതൃഭൂമിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നമ്മളൊരു സംസാരിച്ചിട്ടുണ്ട് ഒരുപാട്. ഓക്കെ. ശ്യാം. എവിടെ? നാടോടാ? തിരുവനന്തപുരം. ഇവിടെ എന്താ? ഇവിടെ ഞങ്ങൾ UC കോളേജ് വർക്കൗട്ട് വന്നു. തിരുവനന്തപുരത്ത് ഏതാ ഇലക്ഷൻ അവസ്ഥ? എന്തോ ഇലക്ഷൻ അവസ്ഥയാ തിരുവനന്തപുരത്ത് കാര്യമാണ്. ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമാണ് തത്സമയം ചേർന്ന്. തെരഞ്ഞെടുപ്പ് രംഗം വളരെ സജീവമാണ്. നിങ്ങൾക്കറിയാം,
തൃശ്ശൂരിലൊക്കെ മികച്ച പോരാട്ടം തന്നെയാണ് 3 സ്ഥാനാർത്ഥികൾ തമ്മിൽ നടത്തുന്നത്. NDAയും അതുപോലെ തന്നെ UDFും LDFും 3 മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ പോരാട്ടത്തിൻ്റെ ശക്തി കൂടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.